മഹാഭാരത യുദ്ധത്തിൽ ഭഗവാൻ ധർമ്മപക്ഷത്തിലാണ് നിന്നതെങ്കിൽ എങ്ങനെയാണ് ശാപം ലഭിച്ചത്? ഈ ധർമ്മപക്ഷം എന്ന് പറഞ്ഞാൽ മുഴുവൻ ധർമ്മം മാത്രമായിട്ടൊരു പക്ഷം ഉണ്ടാവുമോ? അധർമ്മപക്ഷം എന്ന് പറഞ്ഞാൽ അധർമ്മം മാത്രമായിട്ടൊരു പക്ഷം ഉണ്ടാവുമോ? രണ്ടുമില്ല. സർവാരംഭാഹി ദോഷേണ ധൂമേനാഗ്നിരിവാവൃത. എല്ലാ കർമ്മങ്ങളും അഗ്നി പുകയാൽ എന്നതുപോലെ ദോഷത്തോടു കൂടി ചേർന്നതാണ്. ദോഷമില്ലാത്ത ഒരു ഗുണമോ ഗുണമില്ലാത്തൊരു ദോഷമോ ഇല്ല. ലോകത്തിൽ ആരെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ നല്ലത് മാത്രം? അതിനെ കാണിച്ചു തരാൻ പറ്റാം? ഓരോരുത്തരും വിചാരിക്കും ഞാൻ നല്ലത് മാത്രമേ അതല്ല, നമുക്ക് തന്നെ അറിയാം. ആർക്കുമില്ല. എല്ലാവരിലും നന്മയും തിന്മയും ചേർന്നിട്ടാണുള്ളത്. അപ്പോൾ ഏതൊരു സമാജത്തെ സംബന്ധിച്ച് പറയുമ്പോഴും ധർമാധിക്യമുള്ളതിന് ധർമ്മപക്ഷം എന്ന് പറയും, അധർമാധിക്യമുള്ളതിന് അധർമ്മപക്ഷം എന്ന് പറയും. അല്ലാതെ അധർമ്മപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് അധർമ്മം മാത്രമെന്ന് അർത്ഥമില്ല. അധർമാധിക്യമാണ് അവിടെ. അത് ശ്രദ്ധിക്കണം. ചിലരുടെ വിചാരം നല്ല ആളെന്ന് പറഞ്ഞാൽ മുഴുവൻ നന്മയാന്നാ, ചീത്തയാളെന്ന് പറഞ്ഞാൽ മുഴുവൻ ചീത്തയാന്നാ. തെറ്റ്. അങ്ങനെ ലോകത്തിലൊരാളും ഉണ്ടായിട്ടുമില്ല, ഒട്ടുണ്ടാവുകയില്ല. ഉണ്ടായ പോയില്ലേ? അത് ചിന്തിക്കുക. അതുകൊണ്ട് ഭഗവാന് ഒരു സമൂഹം മുഴുവൻ അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും തണലിൽ, അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും തണലിൽ അധർമ്മികൾ ഒത്തൊരുമിച്ച സമയത്ത് അവരെ തറ പറ്റിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ ഭഗവാൻ പഠിപ്പിച്ചു. ഏതറ്റം വരെയും. അപ്പം അവിടെ അതിനുവേണ്ടി ധർമ്മമര്യാദയ്ക്കനുസരിച്ച് അരുതാത്ത പലതും ഭഗവാൻ ചെയ്തിട്ടുണ്ട്, ചെയ്യിച്ചിട്ടുണ്ട്. കാരണം അധർമ്മത്തിൻ്റെ ശക്തികൾ ഒറ്റക്കെട്ടായി ഒത്തൊരുമിക്കുമ്പോൾ അതിനെ തറ പറ്റിക്കാൻ പലതും ചെയ്യേണ്ടി വരും. എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ഭഗവാൻ ചെയ്ത എല്ലാമൊക്കെ ശരിയാന്ന് പറയാൻ പറ്റുമോ? ഞാൻ പറയില്ല. ഭഗവാനും പറയാം ശരിയല്ലാന്ന്. പക്ഷെ ഭഗവാന്റെ മറുചോദ്യം, നിനക്ക് ഇപ്പം ധർമ്മം പറയാൻ എന്ത് ന്യായമിടാ? അതാണ്. ഞാൻ ചെയ്ത ധർമ്മമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല. നിനക്കിപ്പോൾ ധർമ്മത്തെക്കുറിച്ച് പറയാൻ എന്ത് ന്യായം? ഇതാണ്. മറന്നുപോയോ? അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും ആ ഒരു അഹങ്കാരത്തിൽ എന്തൊക്കെ ചെയ്തു എന്ന്. എന്നിട്ടിപ്പോൾ വലിയ ധർമ്മം പറയുക. ചിന്തിക്കുക.